നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. അറ്റ് ലാസ്റ്റ് 3 മത്സരങ്ങളുടെ പരാജയത്തിന് ശേഷം CSK ഈ സീസണിൽ ആദ്യ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. അതും ഇൻ സ്റ്റൈൽ. സഞ്ജു സാംസൺ ഒരു സെഞ്ചുറി അങ്ങടിച്ചു. സന്ദർഭത്തിനനുസരിച്ച് സഞ്ജു സാംസൺ സ്റ്റെപ്പിൻ ചെയ്തു, സെഞ്ചുറി അടിച്ചു, ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി. ജെയ്മി ഒവേർട്ടൻ്റെ ബൗളിംഗ് പ്രകടനവും എടുത്തു പറയണം. അവർ രണ്ടുപേരുമാണ് ഈ കളിയിലെ ഹീറോകൾ. പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സഞ്ജു സാംസണിന്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്ന CSK നിശ്ചിത 20 ഓവറുകളിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 212. 2 വിക്കറ്റ് എന്ന് പറഞ്ഞാൽ ആയുഷ് മാത്ര റിട്ടയർഡ് ഔട്ടായതാണ്. മറുപടി ബാറ്റിങ്ങിൽ ഡൽഹി ക്യാപിറ്റൽസ് 20 ഓവറിൽ ഓൾ ഔട്ടായി. 189 റൺസിന് ഓൾ ഔട്ടായി. ട്രിസ്റ്റൻ സ്റ്റെപ്സിൻ്റെ പോരാട്ടമില്ലായിരുന്നെങ്കിൽ ഈ വിന്നിംഗ് മാർജിനിൽ വ്യത്യാസമുണ്ടായേനെ. ഇപ്പോൾ 23 റൺസിനാണ് CSK വിജയിച്ച് കയറിയിരിക്കുന്നത്. തീർച്ചയായിട്ടും കളിയെ നമ്മൾ വിശദമായിട്ട് വിലയിരുത്തുമ്പോൾ സഞ്ജുവിൻ്റെ പെർഫോമൻസ് എടുത്തു പറയണം. അതുപോലെ തന്നെ ആയുഷ് മാത്രയുടെ അർദ്ധ സെഞ്ചുറി പ്രകടനം, പിന്നെ ജെയ്മി ഒവേർട്ടിൻ്റെ ബൗളിംഗ് പ്രകടനം, മറുഭാഗത്ത് സ്റ്റെപ്സും നിസാങ്കയും നടത്തിയ പോരാട്ടങ്ങൾ നമ്മൾ ഓരോന്നായിട്ട് വിശകലനം ചെയ്യുകയാണ്. പ്രധാനപ്പെട്ട മത്സരങ്ങൾ കഴിയുമ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാറുണ്ട്. പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ വിലയിരുത്തലുകളും ക്രിക്കറ്റ് നിരീക്ഷകരുടെ അഭിപ്രായങ്ങളും ഒക്കെ റെഫർ ചെയ്ത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്തുകൊണ്ട് അവതരിപ്പിക്കുന്നതാണ് റാഫ് ടോക്സിൻ്റെ ക്രിക്കറ്റ് റിവ്യൂസ്. നിങ്ങൾക്കറിയാമത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. അത് പലപ്പോഴും നമ്മൾ പറയുന്നതിൽ നിന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങളായിരിക്കും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. ഏതായാലും സഞ്ജു സാംസൻ്റെ ഫസ്റ്റ് സെഞ്ചുറിയാണ്, CSK ജേഴ്സിയിലുള്ള ഫസ്റ്റ് സെഞ്ചുറി. അദ്ദേഹത്തിൻ്റെ IPL കരിയറിൽ 4ാമത്തെ സെഞ്ചുറിയാണ്. 3ാമത്തെ വ്യത്യസ്ത ഫ്രാഞ്ചൈസിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ സെഞ്ചുറി നേടിയിരിക്കുന്നത് എന്ന കാര്യം കൂടി നോക്കുക. അപ്പോൾ തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം CSK വിജയപഥത്തിൽ. സഞ്ജുവിൻ്റെ ഒരു പ്രകടനം എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് പവർ പ്ലേയിൽ അവരുടെ സ്കോർ മുന്നോട്ട് കൊണ്ടുപോയത്. CSK പവർ പ്ലേയിൽ അടിച്ച 61 റൺസിൽ 45 സഞ്ജുവിൻ്റെ വകയായിരുന്നു. പവർ പ്ലേയിൽ കൂട്ട് ഋതുരാജ് ഗെയ്ക്വാദ് ഉണ്ടായിരുന്നെങ്കിലും ഋതുവിന് ഇത്തവണയും മികവ് കാണിക്കാൻ പറ്റിയില്ല. അദ്ദേഹം പവർ പ്ലേ കഴിഞ്ഞ പാടെ ഔട്ടാവുകയും ചെയ്തു. 18 പന്തുകൾ നേരിട്ട് ഋതുരാജ് 15 റൺസ് മാത്രമാണ് നേടിയത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കൂടുതൽ മികച്ച പ്രകടനം ഇനി വരേണ്ടതുണ്ട്. 32,000-ലധികം ആരാധകർ കളി കാണാൻ ആവേശത്തോടുകൂടി വിസിലടിച്ച ആ ഒരു കളിയിൽ 26 പന്തുകളിലാണ് സഞ്ജു സാംസണിൻ്റെ അർദ്ധ സെഞ്ചുറി പിറക്കുന്നത്. അത് പിന്നീട് 52 പന്തുകളിലെ സെഞ്ചുറിയായിട്ട് മാറുകയും ചെയ്തു. ആയുഷ് മാത്രയുടെ അർദ്ധ സെഞ്ചുറി അദ്ദേഹം റിട്ടയർഡ് ഔട്ടായതിനു ശേഷം ശിവൻ ദ്യൂബയുടെ ഒരു കമിയോ മികച്ച പ്രകടനമാണ് ശിവൻ ദ്യൂബിയോ നടത്തിയത്. 10 പന്തുകളിൽ നിന്നാണ് 2 4ഉം 1 6ഉം അടക്കം അദ്ദേഹം 20 റൺസ് അടിച്ചത്. CSK 212 റൺസിലേക്ക് എത്തുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ ഇതൊക്കെ ചെറിയ സ്കോറാണെന്ന് തോന്നിപ്പോയി. CSKയുടെ ബൗളിംഗ് പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതൊന്നും ഒന്നുമല്ല എന്ന് തോന്നിക്കുന്ന തരത്തിലാണ് KL രാഹുലും പത്തും നിസാങ്കയും ചേർന്നുകൊണ്ട് DC-യുടെ ബാറ്റിങ്ങിനെ കൊണ്ടുപോയത്. എന്ന് പറഞ്ഞാൽ 4th ഓവർ തന്നെ അവർ 50ലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. CSK പക്ഷെ അതിന് പിന്നാലെ വന്ന 3 ഓവറുകളിൽ 3 വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് അവരുടെ ചേസിനെ അങ്ങ് നശിപ്പിച്ച് കൈ കൊടുക്കുകയായിരുന്നു. എന്നാൽ ട്രിസ്റ്റൻ സ്റ്റെപ്സിലൂടെ വീണ്ടും ഒരു പോരാട്ടം. 38 പന്തിൽ 60 റൺസാണ് അദ്ദേഹം അടിച്ചത്. പക്ഷേ ആസ്കിംഗ് റേറ്റ് ഇങ്ങനെ കൂടി വരുന്നുണ്ടായിരുന്നു. ജെയ്മി ഒവേർട്ടൻ 18 റൺസിന് 4 വിക്കറ്റ് വീഴ്ത്തി. അതിൽ പ്രധാനപ്പെട്ട വിക്കറ്റുകൾ തന്നെ വീഴ്ത്തി. സ്റ്റെപ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് വിക്കറ്റും വീഴ്ത്തിയിടത്താണ് CSK ഈ ഒരു ഡിഫൻസ് സക്സസ്ഫുള്ളാക്കി തീർത്തത്. സാംസണും ഗെയ്ക്വാദും ശരിക്കും പറഞ്ഞാൽ 2 വ്യത്യസ്ത തരത്തിലുള്ള ഓപ്പണർമാരെന്ന് പറയേണ്ടി വരും. സഞ്ജു പൊളിച്ചെടുക്കുമ്പോൾ മറുഭാഗത്ത് ഋതുരാജ് ഗെയ്ക്വാദ് ശരിക്കും ബുദ്ധിമുട്ടുന്നൊരവസ്ഥയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ആ മികവ് തിരികെ പിടിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. 15 പന്തുകളിൽ നിന്ന് അദ്ദേഹം അടിച്ച 18 പന്തുകളിൽ നിന്ന് അദ്ദേഹം അടിച്ച 15 റൺസ്, 83.33 സ്ട്രൈക്ക് റേറ്റ്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ IPL ഓപ്പൺ ചെയ്ത് 2 കളികളെങ്കിലും ഓപ്പൺ ചെയ്ത ബാറ്റർമാരെ നമ്മൾ എടുത്താൽ ഇത്ര മോശം സ്ട്രൈക്ക് റേറ്റുള്ള മറ്റൊരു ഓപ്പണർ ഇപ്പോൾ ഈ IPL സീസണിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഋതു ഫോമിലേക്ക് തിരികെ വരിക എന്നുള്ളത്. എന്നാൽ മറുഭാഗത്തോ സാംസൺ ഷോയായിരുന്നു. ലുങ്കി എങ്കിടി തൻ്റെ വജ്രായുധം സ്ലോ ബോൾ ഉണ്ടല്ലോ, ഈ സ്ലോ ബോൾ അദ്ദേഹം ഡെവലപ്പ് ചെയ്ത് തന്നെ CSKയിലുള്ളപ്പോൾ ഡെൻ ബ്രാവോയുടെ കീഴിലാണ്. അതെടുത്ത് ഇപ്പോൾ അദ്ദേഹം T20 വേൾഡ് കപ്പിലും അതിനുശേഷവും ഒക്കെ പ്രയോഗിച്ച്
ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതേ പണി സഞ്ജുവിനെതിരെ എടുത്തപ്പോൾ കൃത്യമായിട്ട് ബൗണ്ടറി അടിച്ചുകൊണ്ടാണ് സഞ്ജു പ്രതികരിച്ചത്. തൊട്ടടുത്ത പന്തിൽ ഓൺ പേസ് ഷോർട്ട് ബോൾ ഔട്ട്സൈഡ് ഓഫിൽ എറിഞ്ഞുകൊണ്ട് സഞ്ജുവിനെ ഒന്നുകൂടി പരീക്ഷിക്കാൻ ശ്രമിച്ചു. സഞ്ജു വീണ്ടും അത് ബൗണ്ടറിയിലേക്ക് പറത്തി എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ വിക്കറ്റ് കീപ്പർ ആൻഡ് തേർഡ് മാൻ അദ്ദേഹം അത് ഫോറിലേക്ക് പറത്തി. അങ്ങനെ സഞ്ജു കൃത്യമായിട്ട് ആത്മവിശ്വാസത്തോടു കൂടി കാൽക്കുലേറ്റ് ചെയ്ത് തന്നെയാണ് കളിച്ചു പോയത്. എന്നാൽ സിക്സർ വരുന്നുണ്ടായിരുന്നില്ല. സിക്സറിനുള്ള കാത്തിരിപ്പ് 11ാമത്തെ ഓവർ വരെ നീണ്ടു. 11ാമത്തെ ഓവറിലാണ് അദ്ദേഹം സിക്സർ അടിക്കുന്നത്. അത് ടി നടരാജൻ്റെ യോർക്കർ മിസ്സായി ഫുൾ ടോസായി വന്നപ്പോൾ അദ്ദേഹം അത് സിക്സറാക്കി മാറ്റുകയായിരുന്നു. CSKയുടെ ആദ്യത്തെ സിക്സർ കൂടി അതായിരുന്നു എന്ന കാര്യം നോക്കുക. എന്തായാലും പിന്നീട് അദ്ദേഹം 3 സിക്സറുകൾ കൂടി നേടി. അങ്ങനെ ടോട്ടൽ 4 സിക്സർ, 400 സിക്സർ T20 ക്രിക്കറ്റിൽ അദ്ദേഹം പൂർത്തീകരിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി. നടരാജൻ്റെ 13 പന്തുകളിൽ നിന്ന് 33 റൺസാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സെഞ്ചുറി 18ാമത്തെ ഓവറിൽ വന്നത് ആ ഒരു എഡ്ജ്ഡ് ഫോറിലൂടെയാണ്. അതടക്കം അദ്ദേഹം നടരാജനെ നന്നായിട്ട് കൈകാര്യം ചെയ്തു. സഞ്ജു സാംസൻ്റെ 4ാമത്തെ IPL സെഞ്ചുറിയാണിത്. നമ്മൾ പറഞ്ഞല്ലോ, സഞ്ജുവിനേക്കാൾ കൂടുതൽ IPL സെഞ്ചുറികൾ ഉള്ളവർ വിരാട് കോഹ്ലിക്ക് 8 സെഞ്ചുറി ഉണ്ട്, ജോസ് ബട്ട്ലർക്ക് 7 സെഞ്ചുറി ഉണ്ട്, ക്രിസ് ഗെയിലിന് 6 സെഞ്ചുറി ഉണ്ട്, KL രാഹുലിന് 5 സെഞ്ചുറി ഉണ്ട്. ഇപ്പോൾ AB ഡിവില്ലിയേഴ്സിന് 3 സെഞ്ചുറികളേ ഉള്ളൂ. അതിനെയും മറികടന്നിരിക്കുന്നു സഞ്ജു സാംസൺ എന്നർത്ഥം. അതാ നമ്മൾ റാഫ് ടോക്ക് ക്രിക്കറ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലെ റീലിൽ കൃത്യമായി പറഞ്ഞത്. ചെന്നൈയിൽ ചരിത്രത്തിലേക്ക് നടന്ന ചേട്ടൻ എന്നാണ് ആ റീലിൻ്റെ ടൈറ്റിൽ. അതിൽ കൃത്യമായി നമ്മൾ പറയുന്നുണ്ട് വൺ ഓഫ് ദി ഫൈനസ്റ്റ് ബാറ്റർ ഇൻ IPL ഹിസ്റ്ററി. അതാണ് സഞ്ജു സാംസൺ. മഹാരഥന്മാർക്കിടയിലാണ് ഏത് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താലും സഞ്ജു സാംസണിന് ഇടം എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അങ്ങനെ സഞ്ജു പൊളിച്ചടുക്കി. ആയുഷ് മാത്രയുടെ അർദ്ധ സെഞ്ചുറി 24 പന്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ 50 വന്നത്. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് പരിക്ക്, റിട്ടയർഡ് ഔട്ടായിട്ട് അദ്ദേഹം പിൻവാങ്ങി. ശിവൻ ദ്യൂബെ വന്നുകൊണ്ട് അത് ഫിനിഷ് ചെയ്തു. അങ്ങനെ 20 ഓവർ പൂർത്തിയാകുമ്പോൾ CSK ഈ റിട്ടയർഡ് ഔട്ടായ വിക്കറ്റ് അടക്കം 2 വിക്കറ്റിന് 212 റൺസ്. നല്ല സ്കോറാണ് എന്നാണ് ഇടവേള സമയത്ത് സഞ്ജു സാംസൺ പറഞ്ഞത്. ഞങ്ങൾക്ക് നല്ല പവർ പ്ലേ ഉണ്ടായാൽ കളി പിടിക്കാവുന്നതേ ഉള്ളൂ എന്ന പ്രത്യാശ കൂടി അദ്ദേഹം പങ്കുവച്ചു. എന്നാൽ സംഭവിച്ചത് എന്താ? ശരിക്കും പവർ പ്ലേ ദുരന്തമായിട്ട് മാറുന്നു CSKക്ക്. അതിന് ശേഷമാണ് അവർ കളി പിടിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 3 റൈറ്റ് ഹാൻഡഡ് ബാറ്റേഴ്സ് DCയുടെ ടോപ്പ് ഓർഡറിലുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അഖിൽ ഹുസൈനെ കൊണ്ടുവരാൻ CSK തീരുമാനിച്ചു. ലെഫ്റ്റ് ആം സ്പിന്നറായിട്ടുള്ള അഖിൽ ഹുസൈനെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. പക്ഷേ ഹുസൈന് ഏർലി ചില നെർവ്സ് ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. അദ്ദേഹം 2 ഫ്രണ്ട് ഫുട്ട് നോ ബോൾ എറിയുന്നു ഫസ്റ്റ് ഓവറിൽ തന്നെ. അങ്ങനെ കൃത്യമായിട്ട് അവസരം മുതലെടുത്ത് പത്തും നിസാങ്കയും KL രാഹുലും കൂടി കുതിച്ചു പാഞ്ഞു. നിസാങ്ക 24 പന്തിൽ 41, KL രാഹുൽ 10 പന്തിൽ നിന്ന് 18. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2 ഓവറാണ് ഹുസൈൻ എറിഞ്ഞത്. ഇമ്പാക്റ്റ് സബ്ബായിട്ട് വന്നിട്ട് ഹുസൈൻ എറിഞ്ഞത് 2 ഓവറാണ്. ആ 2 ഓവറിൽ അദ്ദേഹം 20 റൺസ് കൊടുത്തു. പിന്നെ അദ്ദേഹം എറിയാൻ വന്നതുമില്ല. നിസാങ്ക അതുപോലെ തന്നെ ലെഫ്റ്റ് ആം സീമർ ഖലീൽ അഹമ്മദിനെതിരെ തുടരെ ബൗണ്ടറികൾ അടിച്ച് പിന്നെ ഒരു സിക്സർ അടിച്ച് സെക്കൻഡ് ഓവർ തന്നെയാണ് ഇതൊക്കെ കൊടുക്കുന്നത്. ശരിക്കും ബുദ്ധിമുട്ടുണ്ടാക്കി. രാഹുൽ 10 പന്തിൽ നിന്ന് 18. ഒടുവിൽ അദ്ദേഹത്തെ പറഞ്ഞു വിട്ടത് ഖലീൽ അഹമ്മദാണ്. ഖലീൽ അഹമ്മദിൻ്റെ പന്തിൽ ജെയ്മി ഒവേർട്ടൺ പിടിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. 2 ഫോറും 1 സിക്സറും അദ്ദേഹത്തിൻ്റെ വകയുണ്ടായിരുന്നു. എന്നാൽ KL രാഹുൽ പുറത്താകുന്നത് 5ാമത്തെ ഓവറിലാണ്. അപ്പോഴേക്കും അവർ 61 റൺസിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെ നിസാങ്കയും മടക്കി വിടാൻ പറ്റി. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ കളി പിടിക്കുന്നത് CSK എന്ന് പറയണം. പവർ പ്ലേ കഴിഞ്ഞ പാടെ അക്സർ പട്ടേലിനെയും മടക്കി വിട്ടു. ഇതിൽ നിസാങ്ക 24 പന്തിൽ 5 ഫോറും 2 സിക്സും അടക്കം 41 റൺസ്. അൻഷുൽ കമ്പോജിൻ്റെ പന്തിൽ ഡേവിഡ് ബ്രവിസ് ഒരു കിടിലൻ ക്യാച്ച് എടുത്ത് പറഞ്ഞു വിടുകയായിരുന്നു. അപ്പോൾ നിസാങ്കയെ സംബന്ധിച്ചിടത്തോളം അതിനു മുമ്പ് ഖലീൽ അഹമ്മദ് ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹത്തെ മടക്കി വിടാൻ പറ്റിയത് വലിയ ആശ്വാസമായിരുന്നു. അക്സർ പട്ടേൽ കയറി വരുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയ ഒരു പ്രതീക്ഷയോടു കൂടിയാണ്. അദ്ദേഹം ഈ ബൗളർമാരെ കൈകാര്യം ചെയ്യുമെന്ന് കരുതിയിരുന്നു. പക്ഷേ ഗുർജപ്രീത് സിംഗിൻ്റെ ഡെബ്യൂ, അതിലാദ്യ പന്ത്, ആ പന്തിൽ ഒരു കിടിലൻ ക്യാച്ചാണ് സർഫ്രാസ് ഖാൻ എടുക്കുന്നത്. അദ്ദേഹം ആ ക്യാച്ച് എടുത്തിട്ട് ഇങ്ങനെ ചെപ്പൊക്കെ മുഴുവൻ ഓടുന്ന പോലെ ആവേശം കാണിക്കുകയാണ്. അവിടെയുണ്ട് CSK അത് എത്രത്തോളം ബൂസ്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവ്. സോ അക്സർ പട്ടേൽ വീഴുമ്പോൾ സ്കോർ ബോർഡിൽ 66-ന് 3. പവർ പ്ലേ കഴിഞ്ഞ തൊട്ടു പിന്നാലെയാണ് ആ വിക്കറ്റ് വീഴുന്നത്. പിന്നെ ഉള്ളത് സമീർ റിസ്വിയാണ്.
സമീർ റിസ്വി കഴിഞ്ഞ 2 കളികളിൽ നന്നായി കളിച്ചു. കഴിഞ്ഞ കളി ഡക്കായിരുന്നു. ഈ കളിയിലും അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ല. 9 പന്തിൽ നിന്ന് 6 റൺസാണ് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടത് കൃത്യമായിട്ട് ജെയ്മി ഒവേർട്ടനാണ്. ഒവേർട്ടൻ്റെ ഒരു ആധിപത്യം പിന്നീട് അങ്ങോട്ട് ഈ ഒരു മത്സരത്തിൽ നമ്മൾ കൃത്യമായിട്ട് കാണുന്നു. ഒവേർട്ടൻ 4 വിക്കറ്റുകളാണ് പിഴുതെടുത്തത്. അവിടെയാണ് CSK അവരുടെ ബൗളിംഗ് പ്രശ്നങ്ങളെ മറികടക്കുന്നത്. സ്റ്റബ്സിനെ പറഞ്ഞു വിട്ടതും ജെയ്മി ഒവേർട്ടനാണ്. ഓക്യൂബ് നബിയെ പറഞ്ഞു വിട്ടതും ജെയ്മി ഒവേർട്ടനാണ്. സോ ജെയ്മി ഒവേർട്ടൻ ഡേവിഡ് മില്ലറെ കിടിലനൊരു പന്തിലൂടെ ബൗൾഡാക്കി പറഞ്ഞു വിട്ടതും ജെയ്മി ഒവേർട്ടനാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും കളി CSKയുടെ വരുതിയിലേക്ക് കൊണ്ടുവന്നത് ഒവേർട്ടനാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അദ്ദേഹം 4 ഓവറിൽ 18 റൺസിന് 4 വിക്കറ്റ് എടുത്തു. അൻഷുൽ കമ്പോജ് 4 ഓവറിൽ 35 റൺസിന് 3 വിക്കറ്റുകൾ എടുത്തു. അപ്പോൾ അതോടുകൂടി DCയുടെ ആ ഒരു ചേസ് അവിടെ വഴിതെറ്റുകയായിരുന്നു. സ്റ്റെപ്സിൻ്റെ ഒരു പ്രകടനമാണ് അവർക്ക് എടുത്തു പറയാനുള്ളത്. 38 പന്തിൽ നിന്ന് 4 ഫോറും 3 സിക്സും അടക്കം അദ്ദേഹം 60 റൺസാണ് അടിച്ചു കൂട്ടിയിരുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, CSKയുടെ ബൗളിംഗ് പ്രശ്നങ്ങളെല്ലാം അതുപോലെ തന്നെ അവിടെ നിലനിൽക്കുമ്പോൾ അവർ ഈ ഒരു വിജയം ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. അതിന് കൈയടിക്കേണ്ടത് അവർ തങ്ങളുടെ പ്രശ്നം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തു എന്നുള്ള ആ പ്ലാനിങ്ങിനാണ്. അതാണ് കളിക്ക് ശേഷം കൃത്യമായിട്ട് ഋതു പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ബൗളിങ്ങിൽ ഒരു എക്സ് ഫാക്ടർ ഇല്ല. അതില്ലാതെ വരുമ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു പ്രകടനം നടത്തണം. അത് തന്നെയാണ് അവർ കൃത്യമായിട്ട് ചെയ്തതും. ഇപ്പോൾ ജെയ്മി ഒവേർട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നുണ്ട്, കഴിഞ്ഞ ഡിസംബറിൽ ബിഗ് ബാഷ് മുതൽ ഞാൻ നല്ലൊരു മൊമെൻറ്റത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെനിക്കിവിടെ കൃത്യമായിട്ട് ഈ കളി ചെയ്യാൻ പറ്റി എന്നുള്ളത്. അത് തന്നെയാണ് ഇനി CSK ചെയ്യേണ്ടതും. ജെയ്മി ഒവേർട്ടൻ നല്ല വേഗത്തിൽ പന്തെറിയാൻ കപ്പാസിറ്റിയുള്ള, കൃത്യമായി ഹാർഡ് ലെങ്ത്തിൽ പന്തെറിഞ്ഞ് എതിരാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ കപ്പാസിറ്റിയുള്ള ബൗളറാണ്. അദ്ദേഹത്തെ പേസ് ബൗളിങ്ങിൻ്റെ കുന്തമുനയാക്കി ഉപയോഗിക്കാൻ പറ്റണം. അതോടൊപ്പം നൂർ അഹമ്മദൊക്കെ ആ ഒരു ബൗളിംഗ് മാജിക് എവിടെയോ നഷ്ടപ്പെട്ടോ എന്നൊരു സംശയം അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹം തിരികെ പിടിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അൻഷുൽ കമ്പോജും ഗുർജപ്രീത് സിംഗും പോലെയുള്ള ബൗളർമാരെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക. CSKക്ക് പ്രതീക്ഷകളുണ്ട്. അത് അവർ മികച്ച രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ഒരു പ്രത്യാശയോടുകൂടി ആരാധകർ വിരിപ്പാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എഴുതാം.